ഹലോ, അങ്ങനെ 2026 ജെഇ മെയിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സിലബസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ സിലബസിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. കഴിഞ്ഞ 2025 ഏകദേശം അതേ സിലബസ് തന്നെയാണ് ഈ വർഷം വന്നിട്ടുള്ളത്. നമുക്കറിയാം 2024 വലിയൊരു മാറ്റം ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്തമാറ്റിക്സിലും എസ്പെഷ്യലി കെമിസ്ട്രിയിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ സിലബസ് തന്നെയാണ് ഈ വർഷം എന്ത് ചെയ്തിട്ടുള്ളത്, മുന്നോട്ട് പോയിട്ടുള്ളത്. ഇപ്പോൾ ഈ PDF നിങ്ങൾക്ക് LTAയുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ കാണാവുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ സെയിം സിലബസ് തന്നെയാണ് നമുക്ക് ഈ വർഷം കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ ചെറുതായിട്ട് അവിടെയും ഇവിടെയൊക്കെ മാത്തമാറ്റിക്സിലാണെങ്കിൽ അടക്കം 3D ജിയോമെട്രിയിലും വെക്ടേഴ്സിലും ഒക്കെ ചെറിയ പാർട്ടുകൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മാത്തമാറ്റിക്സിൽ കട്ട് ചെയ്തു എന്ന് പറയുന്ന പല ഏരിയാസിൽ നിന്നും ആക്ച്വലി ക്വസ്റ്റ്യൻസ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. സൊല്യൂഷൻസ് ഓഫ് ട്രയാങ്കിൾ ആവട്ടെ, അതുപോലെ തന്നെ വെക്ടേഴ്സ് ആവട്ടെ, ഇവിടെ നിന്നൊക്കെ പലപ്പോഴും കട്ട് ചെയ്തു എന്ന് പറയുന്ന ചാപ്റ്റേഴ്സിൽ നിന്നും 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതെങ്കിലുമൊക്കെ പേപ്പറിലായിട്ട് എന്ത് ചെയ്യാറുണ്ട്, കാണാറുണ്ട്. അത് പ്രോബബിലിറ്റിയിലും കാണാറുണ്ട്. അതുപോലെ തന്നെ പ്രോബബിലിറ്റിയിൽ നമുക്കറിയാം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ, ഇതൊക്കെ സിലബസിൻ്റെ ഭാഗമായിട്ട് ഉണ്ട് എന്നുള്ളത് തന്നെ പ്രത്യേകം ഓർക്കുക. ആൻഡ് ഓൾസോ ഫിസിക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂഷ്വലി നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ കോർ ടോപ്പിക്കുകളും അതിലുള്ള സബ് ടോപ്പിക്കുകളൊക്കെ എന്തിൽ അവൈലബിൾ ആണ്, ഈ വർഷത്തെ എക്സാമിനും അവൈലബിൾ ആണ്. കാര്യമായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നത് മേ ബി നമ്മുടെ ഓസിലേഷൻസ് ആൻഡ് വേവ്സ് ചാപ്റ്ററിൽ ഡോപ്ലർ എഫക്റ്റ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഈ വർഷവും അങ്ങനെ തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് കാര്യമായിട്ട് പറയത്തക്ക രൂപത്തിൽ മാറ്റങ്ങളൊന്നും ഫിസിക്സിലുമില്ല. ഇനി കെമിസ്ട്രിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് നേരത്തെ അറിയുന്ന പോലെ തന്നെ എന്ത് കാണാം, അപ്പോൾ നമ്മൾ സെമി കണ്ടക്ടേഴ്സിലേക്ക്, ഫിസിക്സിൽ തന്നെ മോഡേൺ ഫിസിക്സിലേക്ക് വരികയാണെങ്കിൽ സെമി കണ്ടക്ടേഴ്സിൽ നമുക്ക് ട്രാൻസിസ്റ്റർ ഈ വർഷവും ഇല്ല. പകരം അതിന് ബാക്കി കട്ട് ചെയ്തിട്ടുള്ള സെമി കണ്ടക്ടർ ഡയോഡുകളും LED അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം, റിവേഴ്സ് ബയാസ് തുടങ്ങിയ ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ. ആൻഡ് ഓൾസോ സം ലോജിക് ഗേറ്റ്സ് കഴിഞ്ഞ വർഷം ഉള്ളതുപോലെ തന്നെ. എക്സ്പെരിമെൻ്റൽ സ്കിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ വെർനിയർ കാലിപ്പർ, സ്ക്രൂ ഗേജ്, ഇനി കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ മീറ്റർ ബ്രിഡ്ജൊക്കെ സിലബസിലുണ്ട്. എന്തില്ല, പൊട്ടൻഷ്യോ മീറ്റർ സിലബസിലില്ല എന്നുള്ളത് ഓർക്കുക. ബാക്കിയെല്ലാം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ അവൈലബിൾ ആണ്. ഓക്കെ, ആൻഡ് ഇതൊക്കെ മിക്കവാറും നമ്മൾ അതിൻ്റെ തിയറി പാർട്ടിലും പഠിക്കുന്ന ടോപ്പിക്കുകൾ തന്നെയാണ് മോസ്റ്റ്ലി ഉള്ളത്. അപ്പോൾ അതിലെ പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഫിസിക്കൽ കെമിസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ ഓൾറെഡി റിമൂവ് ചെയ്ത സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഒക്കെ അങ്ങനെ തന്നെ റിമൂവ്ഡ് ആയി കിടക്കുകയാണ്. ബാക്കിയുള്ളതിലൊന്നും എന്തില്ല, കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് ഇനോർഗാനിക് കെമിസ്ട്രിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ആദ്യം പീരിയോഡിക് ടേബിളിൻ്റെ ചാപ്റ്റർ, പിന്നെ P ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ടോ എന്നുള്ളത് കുട്ടികൾ ചോദിക്കാറുണ്ട്. ഫുൾ ചാപ്റ്റർ ഉണ്ട്, ഗ്രൂപ്പ് 13 മുതൽ 18 വരെ ഉണ്ട്. പക്ഷേ എന്ത് മാത്രമേ ഉള്ളൂ, ജനറൽ ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതുപോലെ തന്നെ കെമിക്കൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അവിടെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അതിൻ്റെ റിയാക്ഷൻസിലോ മറ്റൊന്നും പ്രിപ്പറേഷനിലോ ഒന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. DNF ഉണ്ട്, എസ് ബ്ലോക്ക്, ഹൈഡ്രജൻ, അതൊക്കെ ഓൾറെഡി റിമൂവ്ഡ് തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന പല ചാപ്റ്റേഴ്സ് നമുക്ക് അഡ്വാൻസ്ഡ് എക്സാമിന് വീണ്ടും പഠിക്കേണ്ടി വരും കേട്ടോ. ജെഇ മെയിൻ ജനുവരി കഴിഞ്ഞാൽ ഈ പറയുന്ന മിസ്സിംഗ് ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചെടുക്കേണ്ടി വരും. പലതും അഡ്വാൻസ്ഡ് എക്സാമിനുണ്ട്. ഇനി ഓർഗാനിക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടില്ല, മാറ്റങ്ങളൊന്നുമില്ല. ആൻഡ് ഇതിൻ്റെ എൻഡിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു പോയിന്റ് ഇതാണ്, ചിലപ്പോൾ കുട്ടികൾക്ക് അറിയുമെന്നറിയില്ല. നമ്മുടെ കെമിസ്ട്രിയിലെ സിലബസിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകം കൊടുത്തിട്ടുണ്ട് പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു പ്രാക്ടിക്കൽ കെമിസ്ട്രി. അപ്പോൾ അവിടെ ഡിറ്റക്ഷൻ ഓഫ് എക്സ്ട്രാ എലമെന്റ്സ്, അതുപോലെ കെമിസ്ട്രി ഇൻവോൾവ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഇനോർഗാനിക് കോമ്പൗണ്ട്, മോർ സോൾട്ട്, പൊട്ടാഷ്യം, ഇതൊക്കെ സിലബസിൻ്റെ പാർട്ടാണ്. അപ്പോൾ ഒരുപാട് കെമിക്കലുകളുടെ പ്രിപ്പറേഷനും ഡിറ്റക്ഷനുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രാക്ടിക്കൽ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാറുണ്ട്, ജെഇ മെയിൻ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യാം. ഇത്രയുമാണ് സിലബസുമായി ബന്ധപ്പെട്ട് പറയാനുള്ള അപ്ഡേറ്റ്. അപ്പോൾ സിലബസ് വന്നു, അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി പഠിച്ചു തുടങ്ങാത്ത ആളുകൾ ഫൈനൽ പുഷ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും എക്സാൻമൈൻ്റെ ജെഇ സ്പ്രിൻറ്റ് ടെസ്റ്റ് സീരീസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടെസ്റ്റ് സീരീസിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കുട്ടികളുടെ കൂടെ ഇരുന്ന് കോമ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എക്സാൻമൈൻ്റെ ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്യാം. വെറും 2000 rupees ഉള്ളൂ. ലിങ്ക് താഴെയുണ്ട്. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഈ വർഷത്തെ കാൽക്കുലേറ്റർ കൂടെ വന്നതോട് കൂടിയിട്ട് നമ്മൾ ഓൺലൈനായിട്ട് തന്നെ, ഐ മീൻ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ തന്നെ എക്സാം എഴുതി ശീലിക്കണം. അങ്ങനെ തന്നെ മോഡൽ എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം, നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മൊബൈൽ ഫോണിലെ മോക്ക് ടെസ്റ്റുകൾ നിർത്തിയിട്ട് മാക്സിമം എന്ത് ചെയ്യുക, ലാപ്ടോപ്പിലേക്കോ ഡെസ്ക്ടോപ്പിലേക്കോ തന്നെ മാറുക. മൗസ് ഉപയോഗിച്ച് തന്നെ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്കൊക്കെ മൂവ് ചെയ്യുന്ന സിസ്റ്റത്തിലേക്ക് തന്നെ മാറുക. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി താല്പര്യമുള്ള ആളുകൾക്ക് എക്സാൻമൈൻ്റെ ജെഇ സ്പ്രിൻറ്റ് ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാം. ഒരു ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ നടക്കുന്ന എക്സാമാണ്. ഒരുപാട് കുട്ടികളുടെ കൂടെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് കണ്ടുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ വീക്ക്നെസ് ഒക്കെ മനസ്സിലാക്കി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും. ഇത് കേവലം ഒരു ടെസ്റ്റ് സീരീസ് പ്ലാറ്റ്ഫോം മാത്രമല്ല, 80,000 വരുന്ന ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു ഹ്യൂജ് ക്വസ്റ്റ്യൻ ബാങ്ക് പ്രാക്ടീസ് ചെയ്യാൻ അവൈലബിൾ ആണ്. അതിൽ നിന്ന് തന്നെ എത്ര ചാപ്റ്റേഴ്സ് വേണമെങ്കിലും സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ജെഇ മെയിൻ മോഡൽ എക്സാമുകൾ ക്രിയേറ്റ് ചെയ്ത് സ്വന്തമായിട്ട് എത്ര എക്സാം വേണമെങ്കിലും എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ്. താല്പര്യമുള്ള ആളുകൾക്ക് താഴെ ലിങ്കിൽ പേ ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാം. ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളെ വാട്സപ്പിലൂടെ അറിയിച്ചു തരുന്നതാണ്. സോ ഓൾ ദ ബെസ്റ്റ്. സിലബസിനെ കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, കാര്യമായിട്ട് മാറ്റമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ വർക്ക് എന്ത് ചെയ്യുക, നന്നായിട്ട് കണ്ടിന്യൂ ചെയ്യുക. ജനുവരിയിൽ തന്നെ നല്ല പെർസെൻറ്റേജ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ എന്ത് ചെയ്യാണ്, ആശംസിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്.